പ്രൈസ് ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഡിയ മുഖാന്തരം നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുമ്പോൾ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് എന്നെ സഹായിച്ചതിന് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ മീഡിയ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടുകൂടെ ഇരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന വിഷയം എല്ലാവർക്കും സുപരിതമായ, നല്ലവണ്ണം അറിയാവുന്നതായ, പല പ്രാവശ്യം നമ്മൾ പല അഭിഷിക്തന്മാരിൽ നിന്നും കേട്ടതായ വിഷയം തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുന്നത്. അവൻ എന്റെ വിഷയം ഇതാണ്: പൂർണ്ണ വിശ്വാസം എങ്ങനെ നമുക്ക് നേടിയെടുക്കാം. അവൻ ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ പൂർണ്ണമായും വിശ്വാസം ഉണ്ടാകുന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശ്വാസം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ആത്മീക ലോകത്ത് കാണുവാനായിട്ട് കഴിയുന്നു. പൈസലോ അവനായി. പക്ഷെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നത്, ഈ നാളുകളിൽ പൂർണ്ണമായ ഒരു വിശ്വാസം ഒരുത്തരിൽ ക്രിയ ചെയ്യുകയാണെങ്കിൽ, വളരുകയാണെങ്കിൽ, അവന്റെ ജീവിതത്തിനകത്ത് അവൻ ചോദിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മെ വേദപുസ്തകത്തിൽ കൂടി നമ്മെ തെളിയിക്കുകയാണ്. അവൻ അതിന് ആധാരമായി നമ്മൾ സ്ഥിരം വായിക്കുന്നതും കാണാപ്പാടെ പഠിച്ചതായ വാക്യം തന്നെയാണ് എബ്രായർ എഴുതിയ ലേഖന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എന്ന് പറയുന്നത് വളരെ ചിന്തിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ ചിന്തയാണ്. കാണാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, കേൾക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അതിനെയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുന്നതിനെയല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് കാണാത്തതായ ഒരു മേഖലയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനെ, പ്രാർത്ഥിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ, കാണാത്ത കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു എന്നല്ല. ചില വ്യക്തികൾ പറയുന്നത് പോലെ കുന്നോളം ആഗ്രഹിക്കുക കുരുവോളം കിട്ടും എന്ന് പറയുന്ന പഴഞ്ചൊല്ല് പോലെയല്ല ഇത്. എന്താണ് നീ വിശ്വസിക്കുന്നത്? അതൊരു ഉറപ്പുണ്ടെങ്കിൽ, അത് പൂർണ്ണമായ വിശ്വാസമാണെങ്കിൽ നിശ്ചയമായിട്ടും അതിന്റെ ജീവിതത്തിൽ നടക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അവൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കള്, നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസം എന്ന ഒരു അനുഭവം പൂർണ്ണമാണ് എങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാകും. അവൻ അടുത്ത് എബ്രായർ എഴുതിയ ലേഖന പുസ്തകം തന്നെ 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: അവൻ വിശ്വാസം കൂടാതെ, ഒരു വ്യക്തിക്ക് വിശ്വാസം കൂടാതെ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കുവാൻ പറ്റത്തില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പറ്റത്തില്ല, ദൈവം ഉണ്ടെന്ന് ഒരിക്കലും ചിന്തിക്കുവാൻ പോലും പറ്റത്തില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിക്കുവാനായിട്ട് പറ്റൂ. അവൻ ഏത് രീതിയിലാണ്, ഏത് മതസ്ഥരായാലും അവൻ വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. വിശ്വാസമാണ് ഒരു ദൈവത്തിന്റെ പൈതലിന് ദൈവഭയത്തിൽ വളരുവാനിടയാക്കുന്നത്. വിശ്വാസമാണ് അവൻ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് ഒരു ദൈവ പൈതൽ വളരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ നാളുകളിൽ വിശ്വാസം നമ്മിൽ ഉണ്ടെങ്കിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് എന്നും അവൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വളരെ മനസ്സിലാക്കണം കേട്ടോ. അവിടെ പറയുന്ന ഒരു ഭാഗമാണ്, ദൈവത്തെ അവൻ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ടെന്നും പ്രതിഫലം കൊടുക്കും എന്നും. ഹല്ലേലൂയ. ആ ഭാഗം നമ്മൾ വളരെയധികം ചിന്തിക്കണം. പ്രതിഫലം കൊടുക്കുന്നു എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിശ്ചയമായിട്ട് കൊടുക്കും. അവിടെ വ്യക്തമായിട്ട് ആ വചനം നമ്മെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതിഫലം ഉണ്ടാകണമെങ്കിൽ, വിശ്വാസം ഉറയ്ക്കണമെങ്കിൽ
പൂർണ്ണ വിശ്വാസം ഒരു വ്യക്തിയിൽ വളരണമെങ്കിൽ നാം എന്തു ചെയ്യണം? അതിന് 7 കാര്യങ്ങൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ ഈ 7 കാര്യങ്ങളെ കുറിച്ച് പെട്ടെന്ന് പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ ഭാഗം, ദൈവവചനം ദിവസവും കേൾക്കുക. ദൈവവചനം ദിവസവും കേൾക്കുക. അവൻ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? വചനം പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നും വരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ദിവസവും കേൾക്കുക. രണ്ടാമത്, വചനം പറയുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. വചനം പറയുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ ഭാവനയിൽ നാം ആ വചനത്തെ കാണുക. നിങ്ങൾ പഠിക്കുന്ന ആ വചനം നിങ്ങളുടെ ഭാവനയിൽ കാണുക, നിങ്ങളുടെ ഇമാജിനേഷനിൽ അവൻ അതിനെ കാണുക. അടുത്ത 4ാമത്തെ കാര്യം, ആത്മാവിൽ പ്രാർത്ഥിക്കുക. അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ അതിനകത്ത് നമുക്ക് വിശ്വാസമുണ്ടാകും. അതിനകത്ത് ചിന്തകൾ നമ്മെ വിട്ടു മാറും. അവൻ അതിനകത്ത് ഒരു ഉന്മേഷമുണ്ടാകും. അതിനെയാണ് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ജഡത്തിൽ പ്രാർത്ഥിച്ചാൽ അവൻ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ വിശ്വാസത്തിന്റെ പ്രാർത്ഥന വാക്കുകൾ വെളിപ്പെടുകയില്ല. ചിന്തയിൽ നമ്മൾ പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്ത് പറയുന്നത് നീതിയിൽ നിലയുറപ്പിക്കുക. എന്നാൽ ഈ നീതി എന്ന് പറയുന്നത് അവൻ ദൈവത്തിന് ഹിതമായ കാര്യം ചെയ്യുന്നതിനെയാണ് ഈ നീതി എന്ന് പറയുന്നത്. അവൻ ഈ നീതിയിൽ നിലയുറപ്പിക്കുക. അവൻ നാം ചെയ്യുന്നത് നീതിയാണോ? ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത് ശരിയാണോ? ഞാൻ കാണുന്നത് കേൾക്കുന്നത് ശരിയാണോ? അത് നീതിയാണോ എന്ന് നാം നമ്മെ തന്നെ നിലയുറപ്പിക്കുമെങ്കിൽ അവിടെ ഒരു വിജയം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പലരുടെ ജീവിതത്തിൽ ഈ ഒരു ശോധനയില്ല. ഹല്ലേലൂയ. നീതിയെ കുറിച്ചൊരു ശോധനയില്ല. നമ്മൾ പറയുന്നത്, ചിന്തിക്കുന്നത്, വായിക്കുന്നത്, കേൾക്കുന്നതൊക്കെ ദൈവത്തിന്റെ നീതിയാണോ എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നീതിയെ കുറിച്ച് നാം ചിന്തിക്കുമെങ്കിലും അവിടെ ദൈവത്തിന്റെ വിജയം വെളിപ്പെടുക തന്നെ ചെയ്യും എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ വെളിപ്പെടുത്തുകയാണ്. അടുത്ത 6ാമത്തെ കാര്യം, എല്ലാത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഏത് സാഹചര്യം നമുക്ക് വന്നാലും, കഷ്ടതയാണോ, സങ്കടമാണോ, സന്തോഷമാണോ, ഏത് സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകണം. അടുത്ത, വിശ്വാസികളോടൊപ്പം നടക്കുക. വിശ്വാസികളോടൊപ്പം നടക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പൊ ഒരു പാസ്റ്ററായിരിക്കുന്ന ഒരു വ്യക്തി ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കും, ആമേ ഹല്ലേലൂയ, നമ്മൾ ഇനി വിശ്വാസികളോട് നടക്കണമോ? അല്ലെങ്കിൽ ഒരു വിശ്വാസിയാണ് ഈ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അവർ ചിന്തിക്കും, ഇനി ആ മറ്റുള്ള വിശ്വാസികളോടൊപ്പം. അതിനെ അല്ല ദൈവവചനം പറയുന്നത്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുന്നവൻ വിശ്വാസി, വിശ്വാസത്തിൽ നടക്കുന്നവൻ വിശ്വാസി, ദൈവവിശ്വാസി. അതുകൊണ്ടാണ് വചനം പറയുന്നത് വിശ്വാസികളോടൊപ്പം നടക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ അങ്ങനെ 7 കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തോ വിജയം ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസം വളരും. നമ്മൾ പലപ്പോഴും വിശ്വാസികളോട് നടക്കാത്തത് കൊണ്ട്, വിശ്വാസത്തിന്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ട് നമ്മുടെ ജീവിതം പല സാഹചര്യങ്ങളിലും തകർന്നു പോകുന്ന ഒരനുഭവമുണ്ട്. പല സാഹചര്യങ്ങളിൽ നമ്മൾ പിന്മാറുന്ന അനുഭവങ്ങളുണ്ട്. പരാജയത്തിന്റെ വാക്കുകൾ പറയുന്ന അനുഭവങ്ങളുണ്ട്. ഇത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചു, പൂർണ്ണമായി വിശ്വസിച്ചു, എന്നിട്ടും എനിക്ക് നടന്നില്ലല്ലോ, ഞാൻ ഇനി എങ്ങനെ വിശ്വസിക്കും, ഇനി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും എന്ന ഒരു ചിന്തയിലേക്ക് പലപ്പോഴും നമ്മുടെ ചിന്തകൾ വഴിമാറുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വിശ്വാസികളോടൊപ്പം നടക്കാത്തത് കൊണ്ടാണ്, നീതിയിൽ നിലയുറപ്പിക്കാത്തത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ ചിന്തിക്കുക, നിന്റെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ട് ഈ പരാജയം നിന്നെ പിടിച്ചു മുറുക്കുന്നു എന്ന് നീ ചിന്തിക്കുക. ഞാൻ നീതി ഉറപ്പിക്കുന്നവനാണോ? നീതിയിൽ നടക്കുന്ന ദൈവം പറയുന്നതിനനുസരിച്ച് നിൽക്കാതെ വേറെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെ
നീതിയിൽ നിന്നും വഴിമാറിയിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന്റെ സന്നിധി ശോധന ചെയ്ത് നീതിയിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ നടപ്പ് നീതിയിൽ ഉറപ്പിക്കുക. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിജയം ഉറപ്പാണ്. അതുപോലെ അവന്റെ ലേഖന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന, കൃപയാലല്ലോ നിങ്ങൾക്ക് വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കൃപ, ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. വിശ്വസിക്കുമ്പോഴാണ്, ആ വിശ്വാസമാണ് ആമേൻ ക്രിസ്തു എന്റെ പാപത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു എന്ന് നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആ രക്ഷ വെളിപ്പെട്ട് വരികയാണ്. ആമേൻ. അവിടെ പറയുന്നത്, ആമേൻ, അത് നിങ്ങൾ കാരണമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസം വരുന്നത്, ആമേൻ, ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിനകത്ത് പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന നിന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസം വരികയാണെങ്കിൽ അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. വിശ്വാസം എന്നത് കൃപ. ആ വിശ്വാസം എന്ന കൃപ നിനക്ക് ലഭിച്ചത് ദൈവത്തിന്റെ ദാനം. അത് എല്ലാ വ്യക്തികൾക്കും ദൈവം കൊടുക്കുന്നതാണ്. ആ ദാനമായിരിക്കുന്ന വിശ്വാസം, പൂർണ്ണമായ വിശ്വാസം. ദൈവം അങ്ങനെ പകുതി വിശ്വാസം, അല്പവിശ്വാസം ഇങ്ങനൊന്നും ദൈവം കൊടുക്കത്തില്ല. പൂർണ്ണമായ വിശ്വാസം. പൂർണ്ണമായ വിശ്വാസം. ഞാൻ രക്ഷിക്കപ്പെട്ടോ അതോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട ഇടവരാതെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായും നെഞ്ചത്ത് കൈവച്ചു പറയത്തക്ക രീതികളിൽ നമ്മൾ വിശ്വാസത്തിൽ പൂർണ്ണരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ പൂർണ്ണമായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. ആമേൻ. അതൊരു കൃപയാണ്. ദൈവത്തിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട ഒരു വിഷയമാണ്. അടുത്തത്, ആമേൻ, എബ്രായരുടെ ലേഖന പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ വ്യക്തമായി പറയുന്ന ഒരു ഭാഗം, പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. യേശുവാണ് വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുന്നത്. പൂർത്തി വരുത്തുന്നവന്, പ്രൈസ് ദി ലോർഡ്, പകുതിയിൽ വെച്ച് വിട്ടിട്ട് പോകുന്നവനല്ല, പൂർത്തി വരുത്തുന്നവൻ, സകലത്തിനെ പൂർത്തി വരുത്തുന്നവനായ ആമേൻ യേശുവിനെ നോക്ക്. യേശു, ആമേൻ, അവിടെ പറയുന്നത് തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. ഹല്ലേലൂയ. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം, ആ സ്വർഗീയ സന്തോഷം, തന്റെ മാനവരാശിക്ക് വേണ്ടി മരിക്കുവാൻ വന്ന് ആ മാനവരാശി പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷത്തെ ഓർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി. ഹല്ലേലൂയ. ആമേൻ. ഈ നാളുകളിൽ അപമാനത്തെ അലക്ഷ്യമാക്കുന്ന ഒരു അനുഭവം നമുക്ക് വരട്ടെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും നമ്മെ അപമാനിച്ചാൽ, നമ്മെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ആ വിഷയത്തെ ഓർത്ത് 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 കരയുകയല്ല, അതിനെ അലക്ഷ്യമാക്ക. അതെനിക്ക് സാരമില്ല. സ്വർഗസാമി തേജസ്സിനെ ഓർത്താൽ അല്പം ലഘുനേരത്തേക്കുള്ള കഷ്ടം എനിക്ക് സാരമില്ല. അങ്ങനെ ചിന്തിക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയെ അലക്ഷ്യമാക്കാൻ നീ തയ്യാറാകുകയാണെങ്കിൽ, മറ്റുള്ളവർ പറയുന്ന ഭാവി വേദനിപ്പിക്കുന്ന വാക്കുകള് നീ സാരമാക്കാതെ ഇരിക്കുകയാണ് എങ്കിൽ നിന്റെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച്, ഹല്ലേലൂയ, കഷ്ടതയെ സഹിച്ച്. ക്രൂശ് എന്ന് പറഞ്ഞ കഷ്ടത നമുക്കെല്ലാവർക്കും അറിയാലോ. കഷ്ടതയെ സഹിച്ച് ആമൻ ഇവിടെ പറയുന്നത്, ആമൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ വന്ന അപമാനത്തെ അലക്ഷ്യമാക്കി. രണ്ടാമത്തെ കാര്യം, അവിടെ ക്രൂശിനെ സഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തപ്പോൾ, കഷ്ടതയെ സഹിക്കുവാൻ തയ്യാറായപ്പോൾ, അപമാനത്തെ അലക്ഷ്യമാക്കാൻ തയ്യാറായപ്പോൾ, താൻ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു
ആമേൻ സ്വർഗം സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു എന്നല്ല, ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികളെ, അപമാനത്തെ നീ അലക്ഷ്യമാക്കാമെങ്കിലോ, നിന്റെ മുമ്പിൽ വരുന്ന കട്ടതയിൽ സഹിക്കാമെങ്കിലോ, നിശ്ചയമായിട്ടും നിന്റെ ജീവിതത്തിനകത്ത് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേലുള്ള ആ വിശ്വാസം കണ്ടിട്ട് നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ പണിയുവാൻ എന്റെ ദൈവം മതിയായവനാ. ഈ നാളുകളിൽ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ ആ അമൽ സ്വർഗീയ അനുഭവത്തെ ഓർക്കുമ്പോ നിന്റെ ജീവിതത്തിൽ എത്ര തന്നെ കട്ടതകൾ ഇരച്ചു കയറിയാലും അത് സാരമില്ല എന്ന് നീ ഓർത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നീ വഹിക്കുമെങ്കിൽ, വിശ്വാസത്തിൽ വളരുമെങ്കിൽ, നിശ്ചയമായിട്ട് ദൈവം നിന്നെ ബലപ്പെടുത്തും. ആമേ. ഇവിടെ പറഞ്ഞ പൂർണ്ണ വിശ്വാസം ഉണ്ടാകേണ്ടതിന് വേണ്ടി ആമേ 7 കാര്യങ്ങൾ പറഞ്ഞു. ഈ 7 കാര്യങ്ങൾ നാം ഫോളോ ചെയ്താൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിനകത്തൊരു വിജയം ഉറപ്പാണ്. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ വിടുതൽ ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. നിശ്ചയമായും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സമാധാനിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.